കാനഡ ഇന്ത്യ നയതന്ത്ര ബന്ധം വഷളാകാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇവിടെ വഷളാവുകയല്ല, യഥാർത്ഥത്തിൽ മനഃപൂർവ്വം കാനഡ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാനഡ ഇന്ത്യ ഒറ്റപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അബുദാബിയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് തായ്വാനെ കൊണ്ട് കാനഡ പുറകിൽ നിന്നും എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ വില കുറച്ചിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ റൈസ്, അതായത് അരി, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ സബ്സിഡി കർഷകരിലേക്ക് കൊടുത്തിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയാകാനുള്ള ഒരു കാരണം തന്നെ ഈ കാനഡയാണ്. കാനഡ അതായത് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതായത് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാനഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡിയോയെ സപ്പോർട്ട് ചെയ്യുന്ന സിഖ് ഗ്രൂപ്പുകൾ, അവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡിയോ, അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കനേഡിയൻ സിഖ് വിഭാഗത്തിന് വലിയൊരു രീതിയിൽ സപ്പോർട്ട് തന്നെ കാനഡയിൽ നിന്നും ഉണ്ട്. എന്നാൽ കാനഡയിലെ ഓപ്പോസിഷൻ പാർട്ടി ഇത് വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. കാരണം ഇന്ത്യയോട് ഇങ്ങനെ ചെയ്യരുത്, പിണക്കരുത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ ജസ്റ്റിൻ ട്രൂഡിയോ, അവിടുത്തെ പ്രധാനമന്ത്രി, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആവർത്തി ഇന്ത്യയോട് ചെയ്തു കഴിഞ്ഞു അദ്ദേഹം. മാക്സിമം ഇന്ത്യയെ ശത്രുതയിലാക്കുക എന്നതാണ് ഇപ്പൊ കാനഡയുടെ ലക്ഷ്യം. പക്ഷെ കാനഡ ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ മറ്റു പല ശക്തികളും ഉണ്ടാകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇന്ത്യ തന്നെ പറയുന്നുണ്ട്. കാരണം കാനഡ നിരന്തരമായിട്ട് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഖലിസ്ഥാൻ തീവ്രവാദികളെ കാനഡ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പലവട്ടം സൂചന നൽകിയിട്ടുണ്ട്. അതിന് ഒരു പ്രോപ്പർ ആയിട്ട് ഇതുവരെ ഒരു ആക്ഷൻ കാനഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഈ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യം ഉയർന്നതോടുകൂടി ഇന്ത്യ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടും ഉണ്ട്. ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഈ ഒരു പോക്ക് ശരിയല്ല എന്ന് കാനഡയോട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പൊ ഖാലിസ്ഥാൻ എന്ന സംഘടന തീവ്രവാദി സംഘടന തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇപ്പൊ വിഘടനവാദത്തിനും അതുപോലെ ഭീകരവാദത്തിനും കാനഡ രാഷ്ട്രീയം ഇടം നൽകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവായിട്ടുള്ള ഹർഷീത് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കാനഡ ആഭ്യന്തര മന്ത്രാലയം ഇത്രയും കരുതൽ എടുക്കേണ്ട ആവശ്യം എന്താ? അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനഡ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകാൻ വളരെ സാധ്യത കൂടുതൽ തന്നെയാണ്. അതായത് കാനഡയുടെ സമീപനം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.